കന്നഡ ചിത്രം 'കാന്താര ചാപ്റ്റർ 1' ഷൂട്ടിംഗിനിടെ നടക്കുന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. സംവിധായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ 30 പേർ സഞ്ചരിച്ച ബോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ടു. അത്ഭുതകരമായി ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും രക്ഷപ്പെട്ടു. കർണാടകയിലെ ശിവമോഗ ജില്ലയിലായിരുന്നു മണി റിസർവോയറിലായിരുന്നു അപകടം നടന്നത്. ആഴം കുറഞ്ഞ ഭാഗത്തിനായാൽ വലിയ ദുരന്തം ഒഴിവായി. ബോട്ടിലുണ്ടായിരുന്ന ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. എന്നാൽ ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കെല്ലാം കേടുപാട് സംഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം മലയാള നടൻ കലാഭവൻ നിജു ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഹൃദയാഘാതം വന്ന് മരിച്ചു. കാന്താര ചാപ്റ്റർ 1 ഭാഗമായ 3 പേരാണ് ഇതിനോടകം മരിച്ചത്. സുഹൃത്തിന്റെ ചടങ്ങിൽ മെഹന്തി ചടങ്ങിനിടെ കുഴഞ്ഞു വീണാണ് നടൻ രാജേഷ് പൂജാരി മരിച്ചത്. കൊല്ലൂർ സൗപർണിയിൽ മുങ്ങി മരിക്കുകയായിരുന്നു മലയാളിയായ എം.എൽ. കപിൽ. കാന്താര ചാപ്റ്റർ 1 ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ വരുന്ന അപകട മരണ വാർത്തകൾ സിനിമാ ലോകത്ത് ചർച്ചയാകുന്നുണ്ട്. വിശ്വാസപരമായ വാദങ്ങൾ ഉന്നയിക്കുന്നവരുമുണ്ട്. എക്സ്, റെഡിറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാന്താര നൽകുന്നത് ദുസൂചനകൾ എന്ന വാദം ശക്തമാണ്. മലയാള സിനിമാ ലോകത്ത് ഇന്നും ഇത്തരം മിത്തുകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഗന്ധർവൻ എന്ന പത്മരാജൻ ചിത്രം. യാഥാർത്ഥ്യത്തിനും മിത്തിനുമിടയിലുള്ള കഥാഗതി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നും മലയാളത്തിൽ മിത്തോളജി, ഫാന്റസി ചിത്രങ്ങൾ മുൻനിരയിലാണ് ഞാൻ ഗന്ധർവൻ. എന്നാൽ ഞാൻ ഗന്ധർവനെ ചുറ്റിപ്പറ്റി നിഗൂഢതകളുണ്ടെന്ന വാദം വർഷങ്ങൾക്കിപ്പുറവും നിലനിൽക്കുന്നു. സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം പത്മരാജൻ മരിച്ചു. മലയാള സിനിമാ ലോകം കണ്ട വിഖ്യാത ഫിലിം മേക്കറുടെ മരണം എല്ലാവർക്കും നൊമ്പരവും ഞെട്ടലുമുണ്ടായി. ഞാൻ ഗന്ധർവന് രണ്ടാം ഭാഗം പത്മരാജൻ ആലോചിച്ചിരുന്നു എന്ന് അന്ന് സംസാരമുണ്ടായിരുന്നു. ഈ സ്വപ്നം പൂർത്തിയാക്കാതെ അദ്ദേഹം വിട നൽകി. ഞാൻ ഗന്ധർവനിൽ പ്രവർത്തിച്ച അഭിനേതാക്കൾക്കും ടെക്നീഷ്യനും പറയാനുള്ള കഥകളും ഈ നിഗൂഢതകൾക്ക് ശക്തി പകരുന്നതാണ്. ഷൂട്ടിങ്ങിലുടനീളം ഒന്നെങ്കിൽ മറ്റൊരു പ്രശ്നം വന്നുകൊണ്ടിരുന്നു. ഒന്നിലേറെ അപകടങ്ങൾ ഉണ്ടായി. ഷൂട്ടിംഗ് തടസ്സം നേരിട്ടു. ഗന്ധർവന്റെ ശാപമാണെന്നായിരുന്നു വാദം. തുടക്കം മുതൽ തടസ്സമായിരുന്നു. ആദ്യം മന്നൻ മുഹമ്മദായിരുന്നു പോലീസാകാൻ തയ്യാറായത്. കഥ ഒരുവിധം ശരിയായി. നിതീഷ് പരദർശ് ഗന്ധർവനായി തീരുമാനിച്ചു. അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഫ്ലൈറ്റിൽ പരുന്ത് ഇടിച്ചു. ഫ്ലൈറ്റ് താഴെയിറക്കി. അന്ന് പോയിരുന്നു രാധാലക്ഷ്മി ഒരിക്കൽ പറയുകയുണ്ടായി. പിന്നീട് ഷൂട്ടിംഗ് തൊട്ടതെല്ലാം പ്രശ്നമായിരുന്നെന്ന് രാധാലക്ഷ്മി പറഞ്ഞു. ഗന്ധർവന്റെ കഥ സിനിമയാക്കാൻ ഓരോ പ്രാവശ്യം ശ്രമിച്ചപ്പോഴും ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഇങ്ങനത്തെ പടം ആരും കാണില്ലെന്ന് പറഞ്ഞു. അവസാനം നിങ്ങളെന്ത് പറഞ്ഞാലും ഞാനിവനെ കാച്ചാൻ പോകുകയാണെന്ന് പത്മരാജൻ തന്നോട് പറഞ്ഞുവെന്നും രാധാലക്ഷ്മി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഞാൻ ഗന്ധർവനെപ്പോലെ മിത്തോളജിക്കൽ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് കാന്താരയും. തീരദേശ കർണാടകത്തെ ഭൂതകോല ആചാരമാണ് കാന്താരയുടെ പ്രമേയം.